Hello everyone, welcome to Mahimas cooking class. ഞാൻ Mahimas Simon. നമ്മൾ ഇന്നൊരു കേക്ക് ഐസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു കേക്ക് ഉണ്ടാക്കി അതിന് മുമ്പ് ബട്ടർ ക്രീം ഐസിങ്ങും കണ്ടു. ഇന്ന് അത് വെച്ചിട്ടുള്ള ഒരു ഐസിങ് നമ്മൾ കാണുന്നത്. ഐസിങ് അറിയാൻ മേലാത്തവർക്കൊക്കെ ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊരു ബേസിക് ഐസിങ്ങാണ്, ബട്ടർ ക്രീമിൻ്റെ ബേസിക് ഐസിങ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രലൈൻ ബട്ടർ കേക്കാണ്. അപ്പോൾ പ്രലൈൻ ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് പ്രലൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യുവാണ്. പാൻ ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് ഷുഗർ, ഗ്രാനുലേറ്റഡ് ഷുഗർ, 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുത്തേക്കുന്നത്. ഇത് ഇച്ചിരി കൂടുതലാണ്, ഞാൻ എപ്പോഴും ഉണ്ടാക്കും, ഇച്ചിരി എക്സസ് ഉണ്ടാക്കും. ഇത് എപ്പോഴും ആക്ച്വലി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പുഡിങ്ങിൻ്റെ മേലെ ഇടാം, ഐസ്ക്രീംസിന് ഉപയോഗിക്കാം, അങ്ങനെ പല ആവശ്യങ്ങളുണ്ടാവും. എപ്പോഴും ഇച്ചിരി എക്സസ് ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഇത് ഷുഗർ ഫുൾ ഡിസോൾവായി അത് കാരമലൈസ്ഡ് ആവും, അതുവരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിലുള്ള പോർഷൻ മാത്രം കാരമലൈസ്ഡ് ആവും. അപ്പോൾ അത് ഈവനായിട്ട് വരാനായിട്ട് ഇടയ്ക്ക് ഷേക്ക് ചെയ്ത് കൊടുക്കുക. പ്രലൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷുഗർ ഫുൾ ഡിസോൾവ് ആയെന്ന് നോക്കണം. ചിലപ്പം കാരമൽ കളർ വരും, പക്ഷേ ഷുഗർ ഫുള്ളി ഡിസോൾവ് ആയിരിക്കത്തില്ല. എപ്പോഴും ടെമ്പറേച്ചർ കുറച്ച് വെച്ച് ഷുഗർ ഫുള്ള് അലിയണം, ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല. ഷുഗർ ഡിസോൾവ് ആയി വരുന്നു. ഞാനിവിടെ ഒരു മാറ്റ് റെഡിയാക്കി ഇടുവാണേ, സിൽക്കൺ മാറ്റ്. ഷുഗർ നന്നായിട്ട് ഡിസോൾവായി നമുക്കൊരു കാരമൽ കളറും കിട്ടി. ഈ ഒരു സ്റ്റേജിൽ നട്ട്സ് 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ആയിട്ട് എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഓഫ് ചെയ്യുക, സിൽക്കൺ മാറ്റിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ പ്രലൈൻ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് കാഷ്യൂ ഒക്കെ നന്നായിട്ട് ക്രിസ്പാവും. അപ്പോൾ കാഷ്യൂ ഇട്ടിട്ട് ഒത്തിരി നേരം കുക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകും. അപ്പം കാഷ്യൂ ഇടുക, മിക്സ് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ഇതിലേക്ക് ഒഴിക്കുക. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കൂളായി കഴിയുമ്പോൾ നല്ല ഹാർഡാവും. ഹാർഡായി കഴിയുമ്പോൾ പൊടിച്ചെടുക്കുക, അതാണ് പ്രലൈൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ കേക്കിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനെ മാറ്റി വെക്കുകയാണ്. നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കയറാം. അടുത്തായിട്ട് നമുക്ക് കേക്ക് ഐസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേക്ക് പിന്നെ ഈ ഡോം ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് നമുക്കിത് ലെവലാക്കാം, സ്ട്രെയിറ്റ് ആക്കാം കേട്ടോ. ഐസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ക്രസ്റ്റൊക്കെ റിമൂവ് ചെയ്യുന്നത് കാണാനും കഴിക്കാനും ടേസ്റ്റ് വൈസ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വേസ്റ്റായി പോകുമല്ലോ എന്ന് വിചാരിക്കേണ്ട, ഇത് ഒന്നും വേസ്റ്റേജ് വരത്തില്ല. നമ്മൾ ഈ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ കേക്ക് പോപ്സിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാം. ഇതൊന്നും കളയാതെ സൂക്ഷിച്ച് വെക്കാം. നമ്മൾ വേറൊരു എപ്പിസോഡിൽ കേക്ക് പോപ്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് വാച്ച് ചെയ്താൽ ഈ ബാക്കി വരുന്നതൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കേക്ക് നമ്മൾ സൈഡ്സ് എല്ലാം ക്രസ്റ്റായിട്ടുള്ള ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്തു. ഓക്കെ, ഇനിയും ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബിക്കോസ് എപ്പോഴും നമ്മൾ കേക്ക് ഐസ് ചെയ്യുമ്പം ബേസ് ആയിരിക്കണം ടോപ്പിൽ വരേണ്ടത്. അപ്പോൾ ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഐസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേക്ക് നന്നായിട്ട് കൂളായിരിക്കണം. ഇപ്പോൾ പ്രീവിയസ് ഡേ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ചെയ്യുക. ഇത് കമത്തി വെക്കുക. അപ്പം ഇത് കേക്കിൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബട്ടർ ക്രീം, ഈ ബട്ടർ ക്രീം വെച്ചിട്ട് കേക്കിൻ്റെ സൈഡും ടോപ്പും എല്ലാം കവർ ചെയ്യണം. ഇത് റിച്ച് ബട്ടർ ക്രീം എന്ന് പറഞ്ഞാൽ എപ്പോഴും റിച്ചാണ്. കേക്കും നല്ല മോയിസ്റ്റാണ്, നല്ലതായിട്ട് എഗ്ഗും ബട്ടറും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല റിച്ചാണ് കേക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പും സൈഡ്സും മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഒരു ലെയറായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അകത്തും വേണമെങ്കിൽ ഐസിങ് കൊടുക്കാം, ഫില്ലിങ് കൊടുക്കാം. ഇത്ര റിച്ച് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ടോപ്പ് ആൻഡ് സൈഡ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഒരു തിൻ ലെയർ ഓഫ് കേക്ക് ബട്ടർ ക്രീം
നമുക്ക് സൈഡ്സിലും ടോപ്പിലും കൊടുക്കാം. ഇത് ക്രം കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഈ ബട്ടർ ക്രീം നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്, അമേരിക്കൻ ബട്ടർ ക്രീം. അത് വാച്ച് ചെയ്താൽ മതി. തിൻ ലെയർ ഓഫ് ബട്ടർ ക്രീം സൈഡ്സിൽ കൊടുത്തു. അതേപോലെ തന്നെ ടോപ്പിലും കൂടെ തിൻ ലെയർ ഓഫ് ഐസിങ് കൊടുക്കാം. ഐസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ട്, ഹോൾസ് ഉണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബട്ടർ ക്രീം വെച്ച് തന്നെ അത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ലെയർ കേക്കിൻ്റെ ക്രംസിനെല്ലാം ഒട്ടിയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനാണ് ക്രം കോട്ടിങ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ ഐസ് ചെയ്യുമ്പോൾ എപ്പോഴും ഔട്ടർ ലെയറിൽ വരെ കേക്കിൻ്റെ ക്രംസ് ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ ക്രം കോട്ടിങ് കൊടുക്കുന്നത്. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് അതിന് സെറ്റ് ആവാനായിട്ട് വെക്കുക. എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഫില്ല് ചെയ്യുക. ഒരുപാട് കേക്ക് കാണുന്നതൊക്കെ ലേയേഴ്സ് സൈഡ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇച്ചിരി ഐസിങ് വെച്ച് ഫില്ല് ചെയ്യുക. നമ്മൾ കേക്കിന് ഫില്ലിങ് കൊടുക്കാത്തതുകൊണ്ട് ഐസിങ് നല്ല കട്ടിക്ക് കൊടുക്കാം, അതിന് പ്രോബ്ലം ഇല്ല. ബിക്കോസ് അകത്ത് ബട്ടർ ക്രീം ഇല്ലല്ലോ. അപ്പം നല്ല തിക്ക് ലെയർ ഓഫ് കവറിങ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അത്യാവശ്യം കേക്ക് കവേർഡായി. എക്സസ് ഉള്ള ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കുക. ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് 10-15 മിനിറ്റ്സ് വെക്കാം. നമ്മൾ കൈ ടച്ച് ചെയ്ത് നോക്കിയാൽ കയ്യിലൊട്ടാത്തൊരു സ്റ്റേജ് വരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയും നമുക്ക് ഈ പ്രലൈൻ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് കൂളായിട്ട് വേണം. കണ്ട ഇങ്ങനെ ഒരു ഹാർഡ് ഇതായിട്ട് കിട്ടും. ഇതേപോലെ ബ്രേക്ക് ചെയ്യുക. ഇത് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ പൊടിക്കാം, അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് കവറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന സാധനമില്ലേ അത് വെച്ചിട്ട് അടിച്ചാലും മതി. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ മിക്സിയുടെ ജാറിലിടുക. ഇച്ചിരി കോഴ്സായിട്ട് ഇച്ചിരി കടിക്കാൻ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് ഇത് വെച്ച് അടിച്ചെടുത്താൽ മതി. ചപ്പാത്തിയുടെ പരത്തുന്ന ഇത് വെച്ചിട്ട് അടിച്ചു പൊടിച്ചെടുക്കാം. കുറേശ്ശെ പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. പുറത്തിരുന്നതിന് നനഞ്ഞ് വെള്ളം പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചു, കയ്യിലൊട്ടാത്തൊരു വരും അതുവരെ വെച്ചു. ഇനി നമുക്ക് ഫിനിഷ് ചെയ്ത് പ്രലൈനും പൊടിച്ചെടുത്തു, അത് റെഡിയാണ്. തിക്ക് ലെയർ ഓഫ് ബട്ടർ ക്രീം കൊടുക്കുക. നമ്മളിവിടെ മേലെ പ്രലൈൻ വെച്ച് കവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒത്തിരി തിക്ക് ലെയർ ഓഫ് ബട്ടർ ക്രീം കൊടുക്കുന്നില്ല. സൈഡ്സ് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് സൈഡ്സ് നല്ല തിക്ക് ലെയർ ഓഫ് ബട്ടർ ക്രീം കൊടുക്കും. വെച്ചൊന്ന് സ്മൂത്തൻ ചെയ്യാം.
എവിടെയെങ്കിലും ഗ്യാപ്പ് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി പേഷ്യൻസോടെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേക്ക് ഐസിങ്. ബട്ടർ ക്രീം ആകുമ്പോൾ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളത്തിൽ സ്പാറ്റല മുക്കി വെക്കുക, എന്നിട്ടൊന്ന് വൈപ്പ് ചെയ്യുക. അപ്പോൾ സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല സ്മൂത്ത് ഒരു ഷൈനി ടെക്സ്ചർ വരും. ഓക്കെ, അത്യാവശ്യം സ്മൂത്തായി കഴിയുമ്പോൾ ഇതേപോലെ കേക്ക് കൂമ്പ് വെച്ചിട്ട് ഒന്ന് ലൈൻസ് കൊടുക്കുക, സൈഡ്സിലൊരു ഡിസൈൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രലൈൻ ടോപ്പ് ഞാൻ പറഞ്ഞു നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല, കേക്ക് ക്രംസ് ഒക്കെ കാണാം. ബിക്കോസ് നമ്മൾ പ്രലൈൻ വെച്ച് കവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അത് നന്നായിട്ട് പ്രലൈൻ വെച്ച് കവർ ചെയ്യുക. അപ്പോൾ സൈഡ്സ് മാത്രം കുറച്ച് പൈപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ സൈഡ്സിൽ കുറച്ച് സ്പേസ് ലീവ് ചെയ്യുക, ബാക്കി മൊത്തം പ്രലൈൻ വെച്ച് കവർ ചെയ്യുക. ഓക്കെ, കേക്കിൻ്റെ ബേസിലും ഞാൻ പ്രലൈൻ കൊടുക്കും കേട്ടോ, ഏറ്റവും അടിയിൽ. ഓക്കെ, അപ്പോൾ ബേസിൽ ഫുൾ നമ്മൾ പ്രലൈൻ വെച്ച് കവർ ചെയ്തു. ഇനിയും ഇതിൻ്റെ സൈഡ്സിലൊന്ന് പൈപ്പ് ചെയ്യാം. ഞാനിവിടെ 4B വിൽട്ടൻ്റെ ആണെങ്കിൽ 4B നോസിൽ ഇട്ടേക്കുന്നത്, ഷെല്ലിൻ്റെ നോസിൽ കേട്ടോ, ഓപ്പൺ ആയിട്ടുള്ള നോസിൽ ഇട്ടേക്കുന്നത്. ഏത് നോസിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് വെച്ച് സൈഡ്സ് മൊത്തം കവർ ചെയ്യാം. അപ്പം ഫില്ല് ചെയ്യാത്ത ഗ്യാപ്സിലും നമുക്ക് പ്രലൈൻ വെച്ച് കവർ ചെയ്യാം. അപ്പോൾ കേക്ക് ഓൾമോസ്റ്റ് റെഡിയായി. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക, പ്ലേറ്റ് ഒന്ന് നീറ്റാക്കുക. അത് വെറ്റായിട്ടുള്ള ടിഷ്യൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്, അത് വെച്ച് സൈഡ്സ് എല്ലാം ഒന്ന് നീറ്റാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രലൈൻ ബട്ടർ കേക്ക്. നല്ല ടേസ്റ്റി കേക്കാണ്, ട്രൈ ഔട്ട് ചെയ്യണം. ബട്ടർ കേക്ക്സ് ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടമാവും. നമ്മുടെ വിപ്പിംഗ് ക്രീം കേക്ക്സിനെക്കാളും ആക്ച്വലി ടേസ്റ്റ് വൈസ് ഒത്തിരി നല്ലതാണ്. ഇത് റിച്ചാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. ട്രൈ ഔട്ട് ചെയ്യുക. ഇത് ബിഗിനേഴ്സിനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഓക്കെ, ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് കാണാം. ബൈ.